മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഏതൊരു ഭാരതീയനെ സംബന്ധിച്ചും ഏറെ അഭിമാനകരമായിട്ടുള്ള നിമിഷമായിരുന്നു കഴിഞ്ഞ രാത്രി എന്ന് പറയുന്നത്. വലിയ രീതിയിൽ ഓരോ ഭാരതീയരും ഏറെ സന്തോഷിച്ച നിമിഷങ്ങളാണ് കടന്നുപോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു ക്രിക്കറ്റ് മത്സരമൊക്കെയായി ബന്ധപ്പെട്ട് നമ്മൾ ക്രിക്കറ്റില് കപ്പുയർത്തിയ വലിയ സന്തോഷം. എന്നാൽ ഈ ഫൈനൽ മത്സരമൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തില് പച്ച മലയാളത്തില് നമ്മുടെ രാജ്യത്തിനെതിരെ പോസ്റ്റ് വന്നിട്ടുണ്ട് ഫേസ്ബുക്കില്. അത്തരത്തിലുള്ള ഒരു പ്രൊഫൈലിന്റെ പേര് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റാഷിദ് കാസിം എന്നാണ് ഈ പ്രൊഫൈലിന്റെ പേര്. വെരിഫൈഡ് ചെയ്തിട്ടുള്ള പേരാണ്. പക്ഷേ ഇതിലെ ഫോട്ടോ നടന്മാരുടെയൊക്കെ ഫോട്ടോയാണ് കൊടുത്തിട്ടുള്ളത്. ഫോട്ടോ ഒക്കെ ഫേക്ക് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഇത്തരത്തിലാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ജിയുടെ സ്റ്റേഡിയം ആയതുകൊണ്ട് ഇന്ത്യക്ക് നല്ല രാശിയായിരിക്കും, മിക്കവാറും ഇവൻ പറഞ്ഞതുപോലെ നടക്കും. എന്നിട്ട് അതിൽ കൊടുത്തിട്ടുള്ള ഫോട്ടോ എന്ന് പറയുന്നത് ന്യൂസിലാൻഡ് ടീം ക്യാപ്റ്റൻ ആയിട്ടുള്ള മിച്ചൽ സാന്റ്നറിന്റെ ഫോട്ടോയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് പോലെ കുറച്ച് കുറിപ്പും കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ പിച്ചിന്റെ ഫോട്ടോയും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. വിഷമമൊന്നും തോന്നരുത്, നാളെ നിങ്ങൾ കരയുന്ന ദിവസമായിരിക്കും. അതായത് നമ്മുടെ രാജ്യം നമ്മുടെ ഈ ഒരു മത്സരത്തിൽ, ക്രിക്കറ്റ് മത്സരത്തിൽ ഫൈനൽ പൊട്ടുമെന്ന് പച്ചക്ക് വിളിച്ചു പറഞ്ഞ് പച്ച മലയാളത്തിൽ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ പോസ്റ്റുകൾ വരിക, ഫേസ്ബുക്ക് പോസ്റ്റിംഗ്. ഇതിലാണെങ്കിൽ ഒരുപാട് ആളുകൾ വന്ന് ലൈക്ക് ഇട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ, 357 ആളാണ് നമ്മളിത് സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത്. നിരവധി ആളുകൾ ഇതിനൊക്കെ വന്ന് പിന്തുണയ്ക്കുക. ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. നരേന്ദ്രമോദി സ്റ്റേഡിയം എന്നുള്ള പേര് കൂടി അവർക്ക് വലിയ കുരുവട്ടലായിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ തന്നെ അറിയാം നമ്മുടെ കേരളത്തിൽ ഒരുപാട് രാജ്യവിരുദ്ധരുണ്ട് എന്നുള്ളത്. ഇവർക്ക് വലിയ രീതിയിൽ കുരുവട്ടാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഈ ഫൈനൽ മത്സരം നടന്ന സ്റ്റേഡിയത്തിന്റെ പേര് നരേന്ദ്രമോദി എന്നാണ്. ആ സ്റ്റേഡിയത്തിൽ എന്ത് നടന്നാലും അങ്ങ് പരാജയപ്പെടും എന്നുള്ള രീതിയിൽ ഇവിടെ വലിയ പ്രചരണം ജിഹാദികളൊക്കെ നടത്താറുണ്ട്. അത്തരത്തിലുള്ള ഒരു ഉദാഹരണം തന്നെയാണ് നമ്മളിപ്പോ കണ്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് ഫൈനൽ മത്സരം നടക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണ ബോധമുള്ള ഓരോ മലയാളിയും ചിന്തിക്കില്ലേ, അല്ല കോൺഗ്രസ് 10-65 വർഷക്കാലം ഈ രാജ്യം ഭരിച്ചിട്ട് ഒരു ഉണ്ടയും രാജ്യത്തുണ്ടായിട്ടില്ലേ? ക്രിക്കറ്റിൽ നമ്മുടെ രാജ്യം എല്ലാ കാലത്തും പേര് കേട്ടത് തന്നെയാ. ഈ നമ്മുടെ ഭാരതത്തില് ഇന്നും ഒരു ഫൈനൽ മത്സരം നടക്കുന്നത് നരേന്ദ്രമോദിയുടെ പേരിലുള്ള BJP സർക്കാർ നിർമ്മിച്ചിട്ടുള്ള ഒരു സ്റ്റേഡിയത്തിലാണ് എന്ന് പറയുമ്പോ അതെത്ര വലിയ സുന്ദരമാണ്. രാജ്യം പുരോഗതിയിലേക്ക് സർവ്വ സമസ്ത മേഖലയിലും നമ്മുടെ പ്രധാനമന്ത്രി കൊണ്ടുപോകുന്നു എന്നുള്ളത് വെറുതെ പറയുന്നതല്ല എന്ന് ഈ ഒരു ഫൈനൽ മത്സരത്തിന്റെ ആ ഒരു വാർത്തകളൊക്കെ കാണുമ്പോൾ ബോധമുള്ള സകല ഇന്ത്യക്കാരും തിരിച്ചറിയലേ. ഇത് കൃത്യമായിട്ട് ഇവിടെയുള്ള സകല ജിഹാദികളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറെ ആളുകൾ ഫേക്ക് ആയിട്ടൊക്കെ വരും. കുറെ ആളുകൾ ഇതുപോലെ രാജ്യത്തിനെതിരെ ഇങ്ങനെയൊക്കെ പോസ്റ്റ് ഇടുന്ന സകല നെറികെട്ടവന്മാരോടും പറയാനുള്ളത്, ദയവ് ചെയ്ത് ഈ രാജ്യത്ത് നിന്നൊന്ന് ഇറങ്ങിപ്പോയിക്കൂടെ? നിങ്ങൾ നരേന്ദ്രമോദിയുടെ പേര് കണ്ടിട്ട്, നരേന്ദ്രമോദിയെ കണ്ടിട്ട് നിങ്ങൾക്ക് കുരുപൊട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം വെറുതെ അല്ല, നിങ്ങൾ ഏത് മേഖലയിലേക്ക് നോക്കിയാലും നിങ്ങൾ നരേന്ദ്രമോദിയുടെ പേര് ആലേഖനം ചെയ്തത് കാണാം, നരേന്ദ്രമോദിയുടെ കയ്യൊപ്പ് കാണാം. ഇന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നോക്കിയാൽ എന്താ അവസ്ഥ? വന്ദേ ഭാരത് മുതല് അത്യാധുനിക ട്രെയിനുകൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. നരേന്ദ്രമോദിയാണ് വികസനം കൊണ്ടുവന്നിട്ടുള്ളത്. മോദി വിരുദ്ധരൊക്കെ സുഖിച്ചു പോവാറുണ്ടല്ലോ. നരേന്ദ്രമോദിയുടെ സമ്മാന രാജ്യത്തിനുള്ള ഒരൊറ്റ ട്രെയിൻ ഇപ്പോ മനുഷ്യ വേസ്റ്റ് ട്രാക്കിലേക്ക് പോകൂല. നരേന്ദ്രമോദിയുടെ സമ്മാന. കോൺഗ്രസ് രാജ്യം ഭരിച്ച സമയത്ത് സഞ്ചരിക്കുന്ന ടോയ്ലറ്റ് എന്നായിരുന്നു വിദേശികൾ നമ്മുടെ രാജ്യത്തെ ട്രെയിനുകളെ, റെയിൽവേ സംവിധാനത്തെ വിളിച്ചിരുന്നത്. ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന ടോയ്ലറ്റുകൾ. അത് മാറ്റം കൊണ്ടുവന്നു നരേന്ദ്രമോദി സർക്കാർ. അപ്പോൾ ട്രെയിനിൽ കയറാൻ സാധിക്കുമോ ഈ പറയുന്ന മോദി വിരുദ്ധർക്ക്? ഇനി സ്വന്തം കയ്യിലെ ഫോൺ എടുത്ത് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കുമോ? അവിടെ UPI സംവിധാനം, ഇന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ പേ, Paytm, ഫോൺ പേ, ഈ സകല സംവിധാനമായിട്ടുള്ള UPI പണമിടപാട് കൊണ്ടുവന്നത് നരേന്ദ്രമോദി സർക്കാരാ. 2014 മുമ്പ് വരെ ഇത് കോൺഗ്രസ് സർക്കാർ രാജ്യം ഭരിച്ച UPA സർക്കാർ, കോൺഗ്രസ് സർക്കാർ ഒന്നും
സ്വപ്നത്തിൽ പോലും കാണാത്തത് ഇന്ന് ഓരോ ആളുകളുടെയും ഫോണുകളിലാ. ഈ മോദി വിരുദ്ധർക്ക് മോദിയുടെ ഫോട്ടോ കാണുമ്പോ, മോദിയുടെ പേര് കാണുമ്പോ കുരു പൊട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിലെ ഫോൺ എടുത്ത് വലിച്ചെറിയേണ്ടി വരും. കാരണം ആ പണമിടപാട് നിങ്ങൾ 10 രൂപ അയക്കുന്നതിന് പോലും നരേന്ദ്രമോദി എന്ന ദീർഘ വീക്ഷണമുള്ള ഭരണാധികാരിയുടെ കയ്യൊപ്പുണ്ട് എന്നുള്ളത് സകല ജിഹാദികളും സകല മലയാളികളും അങ്ങ് ഈ പറയുന്ന സകല മോദി വിരുദ്ധരും അങ്ങ് തിരിച്ചറിഞ്ഞോളൂ. ഒരു തർക്കമില്ല വേണ്ട. ഇനി സാങ്കേതിക വിദ്യ ലോകത്തിലെ ഏറ്റവും വലിയ AI സമ്മിറ്റ് നടന്നത് എവിടെയാ? നമ്മുടെ രാജ്യത്ത്, നമ്മുടെ രാജ്യ തലസ്ഥാനത്ത്. ഇത് UAE ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ തന്നെ നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ബുർജ് ഖലീഫയില് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ പതിപ്പിച്ച്, ഇന്ത്യൻ പതാക പതിപ്പിച്ച് AI സമ്മിറ്റിന് UAE ഗവൺമെന്റ് കൈയടിച്ചിട്ടുണ്ട്. ലോകം മൊത്തം ഇത് കൈയടിച്ചിട്ടുണ്ട്. 100ഓളം രാജ്യത്തെ ലോക നേതാക്കള് സമ്മിറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. AI സാങ്കേതിക വിദ്യയിലും ലോകത്ത് നമ്മുടെ രാജ്യം മികച്ചു നിൽക്കുക. വലിയ രീതിയിൽ നമ്മുടെ രാജ്യം കുതിച്ചോണ്ടിരിക്കുക. നരേന്ദ്രമോദിയുടെ കയ്യൊപ്പുണ്ട്. ഇനി കർഷകരുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സമയത്ത് മോദിയുടെ പേര് മാറ്റി വെക്കാൻ പറ്റുമോ? എല്ലാ മേഖലയിലുള്ളേ ഖെലോ പദ്ധതി, കായിക പദ്ധതിയാ വലിയ. അതായത് രാജ്യത്ത് ഗ്രാസ് റൂട്ട് ലെവലില് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കായിക മേഖലയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് വലിയ സംഭാവന ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നുണ്ട് രാജ്യത്ത് കായിക മേഖല വളർന്നു വരാൻ. ഇനി നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു മേഖലയില്, ക്രിക്കറ്റ് ആയിക്കൊള്ളട്ടെ, ഹോക്കി ആയിക്കൊള്ളട്ടെ, ഏതൊരു മേഖലയില് നമ്മുടെ രാജ്യത്ത് കായിക മേഖലയിലൊക്കെ ഒരു സമ്മാനം നേടുമ്പോ ഒന്നിലേക്ക് എത്തുന്ന സമയത്ത് നരേന്ദ്രമോദി നേരിട്ട് വിളിച്ച് ആദരിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് എടുത്തു പറയുന്നത്? മുൻകാലങ്ങളിലെ പ്രധാനമന്ത്രി ഇത്തരം ഒരു കാര്യങ്ങളും ചെയ്യാറില്ലായിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് സമസ്ത മേഖലയിലും നമ്മുടെ പ്രധാനമന്ത്രി എത്തുന്നുണ്ട്. അത് കായികമായിക്കൊള്ളട്ടെ, അത് ഏത് മേഖല, ആരോഗ്യ മേഖല ആയിക്കൊള്ളട്ടെ, സയൻസ് മേഖല, എല്ലാ മേഖലയിലേക്കും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കയ്യൊപ്പുണ്ട്. രാജ്യത്തെ മോദി വിരുദ്ധര് മോദിയുടെ പേര് കണ്ട് കുരുപൊട്ടുകയാണെങ്കിൽ ഈ രാജ്യത്തിന് നിങ്ങൾക്ക് ജീവിക്കാനാവില്ല. എങ്ങോട്ട്? അത് ക്രിക്കറ്റ്. ഇപ്പൊ കഴിഞ്ഞ ഈ ഫൈനൽ കപ്പ് മത്സരമൊക്കെ നേടുന്നതിൽ നിറഞ്ഞു നിന്നത് നരേന്ദ്രമോദി സ്റ്റേഡിയം തന്നെയല്ലേ? നരേന്ദ്രമോദി സ്റ്റേഡിയം ഏത് മോദി വിരുദ്ധരും ഗതികെട്ട് വിളിച്ചു പറയേണ്ടി വരിക, നരേന്ദ്രമോദി സ്റ്റേഡിയത്തില് കളി നടക്കുന്നു എന്ന്. അതാണ് നരേന്ദ്രമോദിയുടെ മികവ്. ഏത് എതിരാളികളും അറിയാതെ നരേന്ദ്രമോദിക്ക് കൈയടിച്ചു പോവും. ഇവിടെ ജിഹാദികൾ, നമ്മൾ ഇതൊന്നും ചെറിയൊരു കാര്യമായിട്ട് കാണരുത്. നമ്മുടെ രാജ്യത്തിനെതിരെയാണ് ഇത്തരം ഫേക്ക് ആയിട്ടുള്ള ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ആളുകൾ പോസ്റ്റ് ചെയ്യുന്നത്. ഇത് അപകടമാണ്. നമ്മുടെ കേരളം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ അപകട. ഒരു ക്രിക്കറ്റ് മത്സരം പോലും എടുത്തിട്ട് അതിൽ പോലും രാജ്യവിരുദ്ധതയാ ഈ കുത്തിക്കയറ്റുന്നത്. അപ്പൊ മറ്റു വിഷയങ്ങളിലൊക്കെ എത്രത്തോളം ഇവര് വലിയ രീതിയിൽ രാജ്യവിരുദ്ധത കുത്തിക്കയറ്റില്ലേ? ഇത്തരത്തിലൊക്കെ ഒരു പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ എടുത്ത് സ്പോട്ടിൽ തീഹാറിൽ തള്ളണം. എന്നിട്ട് ഫോട്ടോ ഒക്കെ മാറ്റി വേറെ ഫോട്ടോ ഒക്കെ വെച്ച് രാജ്യവിരുദ്ധർ എന്ത് വില കൊടുത്തിട്ടും ഇങ്ങനെ ചെയ്ത് രംഗത്ത് ഒരുപാട് രാജ്യവിരുദ്ധരെ രംഗത്തെത്തുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അപകടം തന്നെയാ. ഒരു കാര്യം കേരളത്തിലെ സകല മോദി വിരുദ്ധരോടും സകല രാജ്യവിരുദ്ധരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ മോദിയുടെ പേര് കേട്ടിട്ട് കുരുപൊട്ടിയൊക്കെ നടക്കുകയാണെങ്കിൽ തൽക്കാലം നിങ്ങൾക്ക് രാജ്യം വിടുന്നതല്ലേ. കാരണം സകല മേഖലയിലും നരേന്ദ്രമോദിയുടെ കയ്യൊപ്പും, നരേന്ദ്രമോദി സകല മേഖലയിലും ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാം. ഇത് കാണുമ്പോൾ കുരുപൊട്ടുന്ന പോലെ ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോയി തന്നുകൂടെ.